സുഹൈൽ വീണ്ടും ചേരുന്നുണ്ട്. സുഹൈൽ, ഇവിടെ ഇറാന് ആണവായുധം നിർമ്മിക്കാനാകുമോ എന്നുള്ളൊരു വലിയ ചോദ്യം കൂടി നിലനിൽക്കുന്നുണ്ട്. നിലവിലെ ആക്രമണം ഇത്തരത്തിൽ രൂക്ഷമായി തീർന്നാൽ എങ്ങോട്ടായിരിക്കും ഈ മരണസംഖ്യയും മറ്റുമൊക്കെ കടക്കുക എന്നുള്ള ആശങ്കയും നിലനിൽക്കുന്നു. ലോകരാജ്യങ്ങൾ എങ്ങനെ ഇതിൽ നിലവിൽ പ്രതികരിക്കുന്നു എന്നതുകൂടിയുള്ള വിവരങ്ങൾ. ഇത്തരമൊരു യുദ്ധം ഉണ്ടാവുകയും അമേരിക്ക കൂടെ നിൽക്കുകയും ചെയ്താൽ പാശ്ചാത്യ രാജ്യങ്ങളെല്ലാം തന്നെ ആ ചേരിയോട് കൂടെ നിൽക്കുമെന്നുള്ള കാര്യത്തിൽ ഒരു സംശയവുമില്ല. കാരണം നമ്മളത് കാലങ്ങളായി കാണുന്നതാണ്. ഇറാന്റെ കൂടെ നിൽക്കാൻ പാശ്ചാത്യ രാജ്യങ്ങൾ തയ്യാറാവുകയുമില്ല. ഇവിടെ ഇപ്പോൾ ഉയർന്നു വരുന്ന ഒരു പ്രധാനപ്പെട്ട ചോദ്യം അമേരിക്കയുടെ പങ്കാളിത്തമാണ്. അമേരിക്കക്ക് ഗൾഫിലെ ബേസുകളില്ലാതെ മറ്റൊരു തരത്തിൽ ഇന്ത്യൻ മഹാസമുദ്രത്തിൽ നിന്ന് അടക്കമുള്ള ബേസിനെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ഇറാനെ ആക്രമിക്കാനും ഈ യുദ്ധത്തിൽ പങ്കാളികളാകാനും കഴിയുമോ എന്നുള്ളതാണ്. അമേരിക്കയുടെ വിവിധ യുദ്ധക്കപ്പലുകളും അതേപോലെ തന്നെ യുദ്ധവിമാനങ്ങളും മിഡിൽ ഈസ്റ്റിലേക്ക് ഷിഫ്റ്റ് ചെയ്യുന്നുണ്ട്. അതേപോലെ തന്നെ UK-യുടെ യുദ്ധവിമാനങ്ങളും അതേപോലെ യുദ്ധക്കപ്പലുകളും പ്രതിരോധ സംവിധാനങ്ങളും ഇങ്ങോട്ട് ഷിഫ്റ്റ് ചെയ്യുന്നുണ്ട്. സ്വാഭാവികമായ ഒരു യുദ്ധത്തെ അവർ ഒരുങ്ങുന്നുണ്ട് എന്ന് തന്നെയാണ് അതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത്. സുപ്രധാനമായ മറ്റൊരു വിവരം കൂടി ഇപ്പോൾ US-ൽ നിന്ന് വരുന്നുണ്ട്. ഒരു US ഉദ്യോഗസ്ഥൻ, പേര് വെളിപ്പെടുത്താത്ത മുതിർന്ന വൈറ്റ് ഹൗസിലെ ഉദ്യോഗസ്ഥൻ ഇപ്പോൾ വെളിപ്പെടുത്തുന്നത് ഈ യുദ്ധം 3 ദിവസങ്ങൾ നീളുന്നതല്ല, ആഴ്ചകൾ നീണ്ടു നിൽക്കുന്നതാണ് എന്നുള്ളതാണ്. നേരത്തെ ഫാബിയാൻ അടക്കം സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ ഒരു യുദ്ധം പൂർണ്ണമായും ഒരു വലിയ യുദ്ധത്തിലേക്ക് പോവുകയും ഇറാനെ ആക്രമിച്ച് കീഴ്പ്പെടുത്തുകയും ചെയ്യുക എന്നുള്ളത് കാലങ്ങളായി നെതന്യാഹുവിൻ്റെ ഒരു ലക്ഷ്യമാണ്. നെതന്യാഹുവിനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിൻ്റെ ആഭ്യന്തര രാഷ്ട്രീയത്തിൽ ഏറ്റവും കൂടുതൽ തിരിച്ചടി നേരിട്ടുകൊണ്ടിരിക്കുകയും പ്രതിപക്ഷം ഒരു പെട്ടെന്നുള്ള ഒരു തെരഞ്ഞെടുപ്പിലേക്ക് പോകണം എന്നുള്ള ഒരു പ്രമേയം അവതരിപ്പിക്കാൻ, നെസറ്റിൽ അവതരിപ്പിക്കാൻ വേണ്ടി ഒരുങ്ങുകയും ചെയ്യുന്ന ഘട്ടത്തിൽ കൂടിയാണ് ഈ ഒരു ഇറാൻ ആക്രമണത്തെ മുന്നിൽ കൊണ്ടുവരുന്നത്. ഇറാൻ ആക്രമണം ഏത് സമയത്തിലും ചെയ്യാവുന്ന തരത്തിൽ പ്രീ പ്ലാൻഡായി നെതന്യാഹുവിൻ്റെ കയ്യിലുള്ള ഒരു കാര്യം കൂടിയാണ്. അതുകൊണ്ട് തന്നെ അത് ആവശ്യമുള്ള സന്ദർഭത്തിൽ ഉപയോഗിക്കുക എന്നുള്ളതായിരുന്നു നെതന്യാഹുവിൻ്റെ ഒരു പദ്ധതി. അത് തീർച്ചയായും ഇപ്പോൾ പ്രയോഗിച്ചിരിക്കുന്നു. ഇത് അവിടെ കുറച്ച് ബോംബുകൾ ഇട്ടുകൊണ്ട് അല്ലെങ്കിൽ ചില ആളുകളെ കൊലപ്പെടുത്തിക്കൊണ്ട് അവസാനിപ്പിക്കാവുന്ന ഒരു പദ്ധതിയായിട്ടല്ല നെതന്യാഹു കാണുന്നത് എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. കാരണം നേരത്തെ തന്നെ വലിയ ഒരു പദ്ധതിയുടെ ഭാഗമാണ്. ഗസയിൽ ആക്രമണം നടത്തുന്നു, അതോടൊപ്പം തന്നെ വെസ്റ്റ് ബാങ്കിൽ ആക്രമണം നടത്തുന്നു, ലബനാനിൽ ആക്രമണം നടത്തുന്നു, അതേപോലെ തന്നെ സിറിയയിൽ ചില ഇടപെടലുകൾ നടത്തുന്നു. അതിൻ്റെ പുറമെയാണ് ഇപ്പോൾ യുദ്ധമുന്നണി വികസിപ്പിച്ചുകൊണ്ട് വീണ്ടും അങ്ങോട്ട് പോകുന്നത്, ഇറാനിലേക്ക് പോകുന്നത്. അപ്പോൾ എല്ലാം കീഴടക്കിയ ഇതിനെല്ലാം മതകീയമായിട്ടുള്ള പേരുകൾ കൂടിയാണ് കൊടുക്കുന്നത് എന്ന് നോക്കുക. അപ്പോൾ പൂർണ്ണമായും ഒരു ജൂതന്മാരുടെ ഗർജനം അതുണ്ടാവുന്ന, സയനിസ്റ്റുകൾക്ക് അനുകൂലമായി ഈ മിഡിൽ ഈസ്റ്റിനെ മൊത്തം മാറ്റിമറിക്കുന്ന ഒരു നേതാവാക്കി മാറുക എന്നുള്ളത് തന്നെയാണ് നെതന്യാഹുവിൻ്റെ ഒരു സ്വപ്നം. ശരി സുഹൈൽ, ഒന്ന് തുടരാം.